ചക്രകളെ പറ്റി പറയുമ്പോൾ അത് മനുഷ്യന്റെ നട്ടെല്ലുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിലുള്ള ചക്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് മിക്കവാറും ഒക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ സൗന്ദര്യ ലഹരി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ലിൽ മാത്രമല്ല ചക്രങ്ങൾ, മറിച്ച് പ്രപഞ്ചത്തിൽ തന്നെ ചക്രങ്ങൾ ഉണ്ടെന്ന്, ആധാര ചക്രങ്ങളായി അവ ഉണ്ടെന്ന് കേട്ടു. പറയുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ സൗന്ദര്യ ലഹരിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രപഞ്ചത്തിന്റെ ഘടന എപ്രകാരമാണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ വാസ്തവത്തിൽ നട്ടെല്ലിൽ ചക്രങ്ങളെ ഇല്ല. നട്ടെല്ലിലെ ചക്രം എന്ന് പറയുന്നത് അക്കാഡമിക് സങ്കല്പമാണ്. നട്ടെല്ലിൽ പരിശോധിക്കുന്ന ഒരു ബിഷപ്പുരന്മാർക്കും സ്ഥൂലമായ നട്ടെല്ലിനകത്ത് ഒരു ചക്രവും കാണാനില്ല. ഞാനത് കഴിഞ്ഞ ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് സുഷുപ്ന നാഡിയെക്കുറിച്ച് മാത്രമാണ് മോഡേൺ സയൻസ് പറയുന്നത്. പക്ഷെ നമ്മുടെ യോഗശാസ്ത്രം അതിനെ ഇടയും പിങ്ങളെയും സുഷുപ്നയുമായിട്ട് തിരിച്ചിരിക്കുന്നു. അത് മറ്റു കാര്യം. ഇതൊരു ഏസ്ട്രൽ ബോഡിയിലുള്ള കാര്യമാണ്, ഒരിക്കലും ശാരീരികമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഏസ്ട്രൽ ബോഡിയാണ്. അപ്പോൾ ഫിസിക്കൽ ബോഡിയിലല്ല വാസ്തവത്തിൽ ചക്രങ്ങളുള്ളത്, ഏസ്ട്രൽ ബോഡിയിലാണ് ചക്രങ്ങളുള്ളത്. പക്ഷേ ഫിസിക്കൽ ബോഡിയിൽ ഏസ്ട്രൽ ബോഡിയിലുള്ള ചക്രങ്ങൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ശരീരത്യാഗത്തിന് ശേഷവും ഈ ശീലം ഇടയ്ക്ക് കട്ടായിപ്പോയി. ശരീരത്യാഗത്തിന് ശേഷവും ഈ ശീലം, അതായത് ഉന്നതങ്ങളായ ചക്രങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മറ്റ് ശരീരങ്ങളിൽ പ്രവേശിക്കുമ്പോഴും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഒരിക്കലും അത് ശാരീരികമായിരിക്കുന്ന അതായത് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. പക്ഷേ സ്ഥൂല ശരീരത്തിലെ നട്ടെല്ലുമായി ബന്ധപ്പെടുത്തി കാണുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് അക്കാഡമിക്കായിട്ട് പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിട്ട് അതല്ല. പിന്നെ രണ്ടാമത് സാറിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല ഗ്രന്ഥങ്ങളിലും പറയുന്ന പോലെ തന്നെയാണ് പ്രാപഞ്ചികമായിരിക്കുന്ന മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള അവസ്ഥകൾ, ഈ അവസ്ഥകൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ ഈ ചക്രങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല, നമ്മുടെ ശരീരത്തെ പഠിക്കാൻ മാത്രം മതി. നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണത്തിലേക്ക് സ്വമേധയാ നമ്മൾ എത്തിക്കൊള്ളും. പ്രത്യേകിച്ച് മാർഗനിർദ്ദേശമോ വഴിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പഠനം തന്നെ ഏത് വൈദ്യശാസ്ത്രത്തിൽ കൂടെ ആയാൽ പോലും അതിൻ്റെ പഠനം തന്നെ സാർത്ഥകമായിരിക്കുന്ന മാർഗത്തിൽ കൊണ്ടുവിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചറായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ, പ്രഭവം മുതൽ പ്രളയം വരെ എന്ന് പറയാമെങ്കിൽ അതുവരെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഘടന എന്താണ്, ഏത് രൂപത്തിലാണത് എമർജ് ചെയ്ത് വരുന്നത്, ഏത് രൂപത്തിലാണത് കൺവെർജ് ചെയ്ത് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലെ ഭ്രൂണാവസ്ഥ, എൻ്റെ ശരീരത്തിലോ സാറിൻ്റെ ശരീരത്തിലോ ഉള്ള ശരീരം രൂപപ്പെടുന്ന ഭ്രൂണാവസ്ഥ മുതൽ സ്ഥൂലശരീരത്തിൻ്റെ പതനം, അത് കഴിഞ്ഞുള്ള ജീർണത മുതലായ കാര്യങ്ങൾ വരെ എത്തുന്ന വികസനങ്ങൾ, സംഭവവികാസങ്ങൾ, കുറച്ചുകൂടെ പറഞ്ഞാൽ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്താൽ മനസ്സിലാകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് സാറിപ്പോൾ വായിച്ച ഭാഗത്ത് സൂചിതമായിട്ട് സാറിന് മനസ്സിലായിരിക്കുന്നത്. മൂലാധാരം മുതൽ മുകളിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഒരു വരവും ഒരു തിരിച്ചുപോക്കുമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന സൂചകം റെഫർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്ററാണെന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു. ഇൻഡിക്കേറ്ററാണ് അത്. നമ്മുടെ ആത്മശക്തി കുണ്ടലിനി ശക്തിയല്ല. കുണ്ടലിനി ശക്തിയുടെ മൂവ്മെൻറ്റ് കൊണ്ട് നമ്മുടെ ആത്മശക്തിയുടെ വികാസം, നമ്മുടെ മനസ്സിൻ്റെ ഗതി, ഇതൊക്കെ സൂചിതമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലരും തെറ്റിദ്ധരിച്ച്
ഈ കുണ്ടലിനി ശക്തിയുടെ ഉയർച്ച കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ തലങ്ങൾ വികസിക്കുന്നതായിട്ട് നമ്മൾ തിരിച്ച് കുണ്ടലിനി ശക്തിയെ ബലമായി ഉയർത്താം. എങ്ങനെ ഉയർത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു പൊക്കോട്ടെ. കുറച്ച് വിഷയത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊക്കോട്ടെ. ബ്രഹ്മരന്ധ്രത്തിൽ തല വെച്ച് ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മരന്ധ്രത്തിൽ തല വെച്ചുറങ്ങുന്ന കുണ്ടലിനി ശക്തിയെ യോഗസാധകൻ, ഹഠയോഗികളെയൊക്കെ സംബന്ധിച്ച യോഗസാധകന്മാർ ബ്രഹ്മരന്ധ്രത്തിൽ പ്രാണനിരോധത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഈ കുണ്ടലിനെ മുകളിലേക്ക് ഉയർത്തുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലെവിറ്റേഷൻ പ്രാക്ടീസൊക്കെ മഹർഷിയുടെ കാലത്തുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഈ കേൾവിക്കാരിൽ 1-2 പേര് ഒഴിച്ച് ആരും മഹർഷിയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹർഷിയാണ് കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തെ തുടർന്നാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ കാണുന്ന പലരും. അദ്ദേഹത്തിൻ്റെ വഴികളാണ് പിൽക്കാലത്ത് സ്പിരിച്വാലിറ്റി ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നത്. അതനുസരിച്ചാണ്, ആ ഫോർമാറ്റിലാണ് പോകുന്നത്. അതായത് സംഘം എന്ന് പറയുന്ന രാജ് കപൂറിൻ്റെ സിനിമയിലാണ് ഇന്നും ഹിന്ദി സിനിമ എന്ന് നമ്മൾ ചലച്ചിത്രങ്ങൾ പഠിക്കുമ്പം മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ മഹർഷിയുടെ ഫോർമുലയിൽ തന്നെയാണ് ഇപ്പോഴും മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓരോരുത്തരുടെയും പരാജയത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങളും പുതിയ പുതിയ സംവിധാനങ്ങളും ഒക്കെ മെനയുന്നതിന് പുതിയ ആൾക്കാർ കഴിവുള്ളവരാണ്. അതൊന്നും തെറ്റായ കാര്യമായിട്ടല്ല ഞാനിവിടെ പറഞ്ഞത്, ഒരു വിമർശനാത്മകമായിട്ട് പറഞ്ഞതുമല്ല. ഞാനൊരു വ്യക്തിപരമായിട്ടൊരു മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിയായതുകൊണ്ട് ഇതെല്ലാം വാണിജ്യപരമായിരിക്കുന്ന എൻ്റർപ്രൈസുകളായിട്ട് തന്നെ കാണുന്നു. കാരണം എൻ്റെ ലോകത്തുള്ള മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആണ് എല്ലാ വാണിജ്യപരമായ ആക്ടിവിറ്റിയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരാവശ്യമാണ്. ഈ ആവശ്യം നമുക്ക് കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ചെന്നാലും കാണാം. അവിടെയുണ്ട് മതവും, അവിടെയും മതത്തിന് വേണ്ടിയുള്ള ആവശ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കിട്ടെങ്കിൽ അപ്പം മഹർഷിയുടെ കാലത്ത് ഈ ലെവിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ചുമ്മാ ചാടുക മാത്രമാണ്. താഴെ നിന്നിട്ട് താഴെ നിന്ന് ചാടുക എന്നുള്ളതാണ്. അവർ മന്ത്രോപാസന കൊണ്ട് ചാടുന്നു എന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരാതികളും പിന്നെ കളിയാക്കലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാലത്ത്. വളരെ പ്രസിദ്ധമാണ് അത്തരം കാര്യങ്ങളൊക്കെ. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പം അത്തരം ലെവിറ്റേഷനുകൾ പോലും സാധ്യമായത് കുണ്ടലിനിയുടെ ഈ പെട്ടെന്നുള്ള ഉയർച്ച കൊണ്ടാണ്. അപ്പോൾ ഈ ഉയർച്ച എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്തുണ്ടാക്കുകയാണ്. ബലമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കി ആ ബലം കൊണ്ട് നമ്മൾ വയലൻ്റായിട്ടുള്ള മെത്തേഡുകളിൽ കൂടിയാണ് കുണ്ടലിനെ ഉയർത്തുന്നതായിട്ട് ഹഠയോഗികളും മറ്റു ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജ്ഞാനയോഗി അല്ലെങ്കിൽ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ, ഇവരൊക്കെ അവരുടെ മാനസികാവസ്ഥ കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ കുണ്ടലിനി അതിനെ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ അത് പിന്നെ സംഹിതമായിരിക്കുന്ന ഒരു രീതിയാണ്. ഒരു കേവലമായിരിക്കുന്ന ഉയർച്ചയായിട്ട് കാണാം നമുക്ക്. മറ്റേതൊരു സംഹിതമായിരിക്കുന്ന ഉയർച്ചയായിട്ട് കാണാം. പ്രാണായാമത്തിൽ സംഹിത കുംഭകങ്ങളെന്നും കേവല കുംഭകങ്ങളെന്നും പിന്നെ ശാസ്ത്രത്തെ വിശദീകരിക്കുന്ന ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അതുപോലെ ഈ കുണ്ടലിനിയുടെ ഉയർച്ച എന്ന് പറയുന്നത് സംഹിതമായിട്ടും ഉണ്ടാവാം, കേവലമായിട്ടും ഉണ്ടാവും. കേവലമായിട്ട് ശ്രദ്ധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവനവൻ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ, മാനസികമായ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ. മറ്റത് ബലം പ്രയോഗിച്ച് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് പോകുന്നു. അപ്പം മനസ്സിനെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നതായിട്ട് കാണാം. സ്വാമി വിവേകാനന്ദൻ, ഞാനതൊന്ന് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. നരേന്ദ്രൻ ആയിരുന്ന സമയത്ത് അന്ന് അവിടെ രാമകൃഷ്ണദേവൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തോട് മധുരഭക്തിയിൽ, അതായത് ഗോപികമാരുടെ ഭക്തി പോലെ മധുരഭക്തിയിൽ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. രാഘാൽ മുതലായവർ. രാഘാൽ പിന്നെ ശാരദാനന്ദ സ്വാമികളായിട്ട് രാമകൃഷ്ണ മിഷൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു, വിവേകാനന്ദ സ്വാമികളുടെ കാലത്തിന് ശേഷമൊക്കെ. അപ്പോൾ ഈ രാഘാലിൻ്റെ കൂട്ടുകാരും കൂടി നൃത്തം ചെയ്യുക, അങ്ങനെയുള്ള സ്ത്രൈണ ഭക്തിയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുവാൻ. അപ്പം നരേന്ദ്രൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നരേന്ദ്രൻ അത് എതിർക്കുമായിരുന്നു. നരേന്ദ്രൻ അവരെ വിലക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിന് കാരണമെന്ന് നരേന്ദ്രന് പോലും അറിയില്ല എന്നാണ് നരേന്ദ്രൻ പറയുന്നത്. സ്വാമി വിവേകാനന്ദനായ ശേഷം ചിക്കാഗോയിൽ
പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അമേരിക്കയിലുടനീളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വന്നൊരു സായിപ്പ്, ഒരു വിദേശി എന്ന് ഞാൻ പറയുന്നുള്ളൂ, സായിപ്പാണോ സ്ത്രീയാണോ എന്ന് എനിക്കറിയില്ല, ഓർക്കുന്നില്ല. അവർ വന്ന് പറയുന്നു, സ്വാമിജി അങ്ങ് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ വലിയൊരു എക്സസീവ് തോന്നുന്നുണ്ട്, ഭയങ്കരമായൊരു ആനന്ദാതിരേകം തോന്നുന്നുണ്ട്. പക്ഷെ അത് അങ്ങയുടെ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും, അങ്ങ് പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ വളരെ അത്ഭുതകരമായി ഞങ്ങൾ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരായിട്ട് വീഴുന്നു. കൂടുതൽ താല്പര്യം, മുമ്പെങ്ങും ഇല്ലാത്ത വിഷയസുഖങ്ങളുള്ള താല്പര്യങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നതായിട്ട് ഞങ്ങളിൽ പലർക്കും അനുഭവമുണ്ട്. സ്വാമി വിവേകാനന്ദൻ രേഖപ്പെടുത്തുന്നു, ഇതാണ് വാസ്തവത്തിൽ ഞാൻ ആ നൃത്തം ചെയ്യുന്നതിനോട് വിമുഖത കാണിച്ചിരുന്നത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നൃത്തം ചെയ്യുമ്പോൾ കുണ്ടലിനിയുടെ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ആ കുണ്ടലിനി ഇങ്ങനെ ഉയർന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് കുണ്ടലിനി ആനന്ദം ഉണ്ടാകുന്നതനുസരിച്ച് കുണ്ടലിനി ഉയർന്നു പോകുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ നൃത്തം നിൽക്കുന്ന അവസരത്തിൽ ഇതിങ്ങ് താഴോട്ട് വരികയും താഴെ വന്ന് ഏറ്റവും അടിസ്ഥാനപരമായ മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങളിൽ വന്ന് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകേണ്ട വാസനകൾ വ്യക്തമാക്കുകയാണെങ്കിൽ വിസർജന, പ്രത്യുൽപാദന മുതലായ കാര്യങ്ങളിലുള്ള താല്പര്യങ്ങൾ ഇത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഉയർന്നു പോകേണ്ടത് വളരെ സ്ലോ ആയിട്ടാണ്. സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി ആൻഡ് റീച്ച് സേഫ്ലി എന്നാണ്. അത് താഴോട്ട് വരുന്നത് പതുക്കെ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി ഇല്ല. മറ്റേ നമുക്കൊരു ഹൈഡ്രോളിക് മെഷീൻ പോലെ നമ്മൾ വളരെ പൊട്ടൻസി കൊടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് തന്നെ താഴോട്ട് വരാനുള്ള ടെൻഡൻസിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു പോകുന്നതിന് അതിൻ്റെ പിൻബലമെന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ മാനസിക നിലവാരമാണ്. മാനസിക നിലവാരത്തിൻ്റെ പിൻബലത്തിലാണ് അതവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ഹൃദയത്തിലേക്ക് വന്ന് നിലകൊള്ളുന്നത്. നമ്മൾ ആ കാര്യം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത് പടിപ്പടിയായിട്ടുള്ള വളർച്ചയാണ്. ഇനി പ്രാപഞ്ചികമായിരിക്കുന്ന കുണ്ടലിനി ശക്തി ഒരു ചക്രങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് തുടക്കം എന്ന് പറയുന്ന സഹസ്രാരപത്മതയിൽ തന്നെയാണ്. കാരണം ഏറ്റവും സട്ടിലായിട്ടുള്ള, ഏറ്റവും സൂക്ഷ്മതരമായിരിക്കുന്ന, സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചത്തിനപ്പുറത്തായിരിക്കുന്ന പരമാനന്ദാവസ്ഥ, ആ പരമാനന്ദാവസ്ഥയിലാണ് സഹസ്രാരപത്മത്തിൻ്റെ സ്ഥാനം കാണേണ്ടത്. ആ സഹസ്രാരപത്മത്തിൽ നിന്ന് സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുന്നു. സൃഷ്ടിപ്രക്രിയ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഭാഷയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, സൃഷ്ടാവ് എന്നൊരു സങ്കല്പത്തിലല്ല അത് പറയുന്നത്. ആ പ്രപഞ്ചം സ്വയം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ പ്രഭവിക്കുന്നത് വായു, അഗ്നി, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇങ്ങനെ 5 തത്വങ്ങളിൽ കൂടി. 5 തത്വങ്ങൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ 5 സ്റ്റേജുകളാണ്. ഏറ്റവും അവസാനം ഖരപദാർത്ഥങ്ങൾ സോളിഡിഫൈ ചെയ്തിരിക്കുന്ന പ്രപഞ്ചം, അതുവരെ സോളിഡല്ല. അപ്പോൾ സോളിഡായിരിക്കുന്ന പ്രപഞ്ചത്തിൽ വരെ എത്തുന്ന ആ 5 ഘടകങ്ങളെ ഫോളോ ചെയ്ത് വരുന്ന ഓരോ സ്റ്റേജുകളെയും അതിനെ 6 ചക്രങ്ങളായി പ്രപഞ്ചത്തിൽ കാണും. അത് ആ ഡെവലപ്മെൻ്റ് സ്റ്റേജാണ്. ഇനി വേറെ ഒരുപാട് വിശദീകരണങ്ങളുണ്ടാകും, തീർച്ചയായിട്ടും വിശദീകരണങ്ങളുണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞ വിശദീകരണമാണ് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സൃഷ്ടി പ്രക്രിയ എന്ന് പറയുന്നത് താഴോട്ടിറങ്ങി വന്ന് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രകൃതിയുടെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂലാധാരസ്ഥിതമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മൂലാധാരസ്ഥിതമായിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള എർത്ത്ലി ആയിട്ടുള്ള, നമ്മൾ പറയുമല്ലോ കുറച്ചുകൂടെയൊക്കെ എർത്ത്ലി ആവണം നിങ്ങൾ എന്ന് പറയും. ആ എർത്ത്ലി ആയിരിക്കുന്ന കൺസെപ്റ്റാണ്, എർത്ത്ലി ആയിരിക്കുന്ന ലോകത്തെയാണ് മൂലാധാര ചക്രം എന്ന് വിളിക്കുന്നത്. മൂലാധാരം പൃഥ്വിതത്വവുമായിട്ട് ചേർന്നതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി പതുക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യുജി പറയുന്നത്. യുജിയുമായിട്ട് യോജിപ്പുള്ള ഒറ്റ കാര്യമാണത്. യുജി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്.
അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, എവോൾവ് ചെയ്ത ബയോളജിക്കലാണ്. ഞാൻ ആദ്യം തൊട്ടേ നമ്മൾ സംസാരങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. പിന്നെയാണത് യോജി പറയുന്നതാണെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്, അതുമായിട്ട് വളരെ യോജിപ്പുണ്ട്. അപ്പോൾ അത് വളരെ സത്യമാണ് അദ്ദേഹം കണ്ടുപിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം ബയോളജിക്കലായിട്ട് ഗ്രാജുവലായിട്ട് ഒരുവൻ ഈ പറയുന്ന സുപ്രീമസിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സാവധാനമാണ്, അതൊരിക്കലും ധൃതി വെച്ചുള്ളതല്ല. അതിനതിൻ്റേതായ ഈ സെൻ ഗുരുവിനെ സിംഹം ഓട്ടിക്കുമ്പോൾ സ്ലോ മോഷനിൽ പോകുന്ന കളിയാക്കി പറയും. സെൻ ഗുരുവും പതുക്കെ പോവും, സിംഹവും സ്ലോ മോഷനിലാണ്. ഒക്കെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി, കളിക്കാക്കാൻ വേണ്ടി പറയുന്നതാണ് ജപ്പാനിലുള്ളവർ. അപ്പോൾ അതുപോലെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിനകത്ത് യാതൊരു വിധ ബാഹ്യപ്രേരകങ്ങളൊന്നും കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഫോഴ്സുകളൊന്നും തന്നെ അവിടെ അംഗീകരിക്കുന്നില്ല. മനുഷ്യ അനുഭവത്തിൽ കൂടി പതുക്കെ 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 മുന്നോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് അവിടെ കുണ്ടലിനിയുടെ ഉയർച്ച. ഇതൊരു ക്വാണ്ടം ജമ്പ്, അതായത് മൊത്തത്തിലുള്ള ജീവികൾ ബുദ്ധന്മാരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും അവസാനത്തെ സമയം എന്ന് വിശ്വസിക്കുന്നവരാണ് തിയോസഫിസ്റ്റുകളുമൊക്കെ. പിന്നെ മാഡം ബ്ലാവസ്കിയുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ സൂചനകൾ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ലോയിൽ ഒരു തരം പ്രഷറും ബാഹ്യമായിട്ടില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ എക്സസൈസുകളും ഇതിനെ പെട്ടെന്ന് പോകാനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസികളുണ്ട്. മനുഷ്യൻ എല്ലാത്തിനും നമുക്കിപ്പോൾ നെക്സസ് സാറിനെ എറണാകുളത്ത് വെച്ച് കണ്ട് കാര്യം പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ ആവശ്യം. പക്ഷേ അത് പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് സാറുമായിട്ട് സംവദിക്കുന്നു. ഇത് സംസാരത്തിൻ്റെ അല്ലെങ്കിൽ സംവേദനത്തിൻ്റെ കുറുക്കുവഴിയാണ്. പക്ഷേ ഈ കുറുക്കുവഴി എന്ന് പറയുന്നത് നിത്യവ്യാപാരമായി മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ശീലം അതാണ്, ഏറ്റവും പെട്ടെന്നുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ജന്മം മുതൽ മരണം വരെ അവൻ്റെ കുറുക്കുവഴികൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുതന്നെയാണ് സയൻസിൻ്റെ പുരോഗതിക്ക് മുഴുവൻ കാരണം. അപ്പോൾ അത്തരത്തിലുള്ള കുറുക്കുവഴികളാണ് ഈ പറഞ്ഞ ആത്മീയ യാത്രകളും സാധനകളും അതിനുള്ള പരിപാടികളും ഒക്കെ തന്നെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ 6 ചക്രങ്ങളും എന്ന് പറയുന്നത് ഈ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അല്ലാതെ പ്രപഞ്ചത്തിൽ അത്തരത്തിലുള്ള പിന്നെ ബാരോമെട്രിക്കൽ കണ്ടീഷനുകൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ജൈനന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരാണങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ലോകങ്ങളെ സങ്കല്പിച്ചെടുക്കുന്നതിൽ താഴോട്ടും മുകളിലോട്ടുമുള്ള ലോകങ്ങളെ സങ്കല്പിച്ചെടുക്കുന്നത് വളരെ വിശദമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതീയ പുരാണങ്ങളിൽ പണ്ടുണ്ടായിരുന്നത് ജൈൻ ടെക്സ്റ്റുകളിലേക്ക് അഡോപ്റ്റ് ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സിലാക്കൽ അങ്ങനെയാണ്. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല, അതേ പേരിൽ തന്നെ ഇവിടെയൊക്കെ എല്ലാ പുരാണങ്ങളിലും കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിലൊക്കെ തന്നെയും അതിനെ പിന്നെ തലങ്ങളെ, ആ സ്ഫിയറുകളെ, അവയൊക്കെ പ്രത്യേകമായിട്ട് ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, കുറേ തലങ്ങളെ ചക്രങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വർഗീകരണവും നടന്നിട്ടുണ്ട്. അത് തികച്ചും മനുഷ്യൻ്റെ എവല്യൂഷനുമായിട്ട്, മനുഷ്യൻ്റെ മാനസികമായിരിക്കുന്ന പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഒരിക്കലും അതും ഒരു ഫിസിക്കൽ തലത്തിൽ, ഭൗതികമായ തലത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചം എങ്ങനെ യാഥാർത്ഥ്യമാണോ അതുപോലെ യാഥാർത്ഥ്യമല്ല ആ ചക്രങ്ങൾ. ആ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മാവസ്ഥയിലുള്ള ഘട്ടങ്ങളായിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഇത് മാത്രമല്ല, അതൊക്കെ മനസ്സിൻ്റെ വളർച്ചകളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബുദ്ധ സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ലോകങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്, വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഈ ജൈനമതത്തിൻ്റെ ജൈനമതത്തിലെ ഈ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നതല്ലാതെ ആ ലോകപ്രാപ്തികളെക്കുറിച്ച് വാസ്തവത്തിൽ വലുതായിട്ട് ഡീൽ ചെയ്യുന്നില്ല. പക്ഷേ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇവയിലെ ആവശ്യമായ ഓരോന്നിനും ആവശ്യമായ ധ്യാന രീതികൾ എന്തൊക്കെയാണ് കോണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത് എന്നുപോലുള്ള കാര്യങ്ങൾ പോലുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും എളുപ്പം യോഗ മാർഗത്തിലുള്ള ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ പ്രാപഞ്ചികമായിരിക്കുന്ന ഷഡ്ചക്രങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ, അക്കാഡമിക്കായിട്ട് പഠിക്കാൻ സാധ്യത എന്ന് പറയുന്നത് ജൈന ബുദ്ധ ഗ്രന്ഥങ്ങളിലാണ്. എപ്പോഴും നമ്മുടെ ഇവിടെ ഉള്ള പല കാര്യങ്ങളും സബ്റ്റിലായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ട്, സബ്റ്റിലായിട്ട് അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല.
ആ സൂക്ഷ്മാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ശൂന്യബോധം ശൂന്യാവസ്ഥ എന്ന് പറയുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. ക്ലിയറായിട്ട് അതിനകത്തേക്ക് പോയതുകൊണ്ടാണ്. കിഴക്കോട്ട് യാത്ര ചെയ്യും തോറും ഇത് കൂടുതൽ കൂടുതൽ സബ്റ്റിലായി വരുന്നുണ്ട്. അതും മനസ്സിലാക്കിക്കണം. ഇവിടുന്ന് ചൈനയിൽ പോയി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ സബ്റ്റിലാണ്. താവോയിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ വളരെ സബ്റ്റിലായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ, അത് ആയുർവേദമായിരുന്നാലും ശരി, എന്ത് ശാസ്ത്രങ്ങളും ഇവിടെയുള്ള പ്രയോഗത്തിലുള്ള പല ശാസ്ത്രങ്ങളെയും വളരെ സബ്റ്റിലായിട്ട് ചൈനയിൽ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് കുറച്ചുകൂടി സബ്റ്റിലാണ് ജപ്പാനിലേക്ക് എത്തുമ്പോൾ, ഏറ്റവും കിഴക്ക് അറ്റത്ത് പോകുമ്പോൾ. അപ്പോൾ ഇതിന് പിന്നെ ആ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന നാട് എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ എന്തായാലും ഈ ഒരു വ്യത്യാസം അങ്ങോട്ടും പോകുന്തോറും കൂടുതൽ സബ്റ്റിലായിട്ട് പോകുന്നുണ്ട്. താവോയിസത്തിൽ ഇതിനെക്കുറിച്ച് ഈ പർട്ടിക്കുലർ ചക്രങ്ങളെക്കുറിച്ചുള്ള ക്യൂഗോങ് മെഡിറ്റേഷൻസ് ഉണ്ട്. അത് പ്രത്യേക രീതിയാണ്. അത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. വളരെ റയറായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ താവോയിസത്തിലുള്ള ചില ആധുനിക ഗുരുക്കന്മാർ അവർ വിദേശത്ത് തമ്പഴിച്ച് അവിടെയൊക്കെ ഈ താവോ മതവും ചില എക്സസൈസും ഒക്കെ ആയിട്ട് അല്ലാതെ ചില പരിപാടികളുമായിട്ട് അവിടെയൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും ഗഹനമായിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയുള്ളവരുടെ പോലും പരിചയമില്ല. പിന്നെ അപൂർവം ചില ഗുരുക്കന്മാർ അവിടെയായിട്ട് ഇത്തരം ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചവരും മനസ്സിലാക്കിയവരും പ്രയോഗത്തിലുള്ളവരും അനുഭവിച്ചവരും ഒക്കെ ആയിട്ടുള്ളവർ ഉണ്ട്. ബാലിദ്വീപിലൊരു പ്രധാനി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ പോയി കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. അദ്ദേഹം ഒരു 10 വർഷത്തോ 15 വർഷത്തോളം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്തോനേഷ്യയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അരവിന്ദ ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും വന്നാൽ കൊണ്ടുപോകാം. അദ്ദേഹം താമസിച്ച സ്ഥലം യോഗകർത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു വലിയ അഗ്നിപർവ്വതം പണ്ടേ ഉണ്ട്. യോഗകർത്തയിൽ അവിടെ ഒരു ഡോർമൻ്റ് ആയിട്ടുള്ള അഗ്നിപർവ്വതമുണ്ട്. അത് പുകഞ്ഞ് പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ വിട്ട് അമേരിക്കയിൽ ചേക്കായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം നടന്നില്ല. ഞാൻ ഉദ്ദേശിച്ച മാസ്റ്ററും നിര്യാതനാകുകയും ചെയ്തു. വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു ഗുരുവായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പല കാര്യങ്ങളും താവോയിസത്തിൽ ഉള്ള പല കാര്യങ്ങളും നമുക്ക് താവോ തേച്ചിങ് മാത്രം അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. വാസ്തവത്തിലേക്കെല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.